എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 45-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ശ്രീ ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 45. അരാളൈ സ്വാഭാവ്യാത് അളികളഭശ്രീഭി അളകൈ പരീതം തേ വക്ത്രം പരിഹസതി പങ്കേരുഹരുചിം ദരസ്മേരേ യസ്മിൻ ദശനരുചി കിഞ്ചൽക്കരുചിതേ ദശനരുചികിഞ്ചൽക്കരുചിരേ സുഗന്ധവും മാദ്യന്തി സ്മരദഹന ചക്ഷു മധുലിഹ. എന്നൂടെ പറയാം. അരാളൈ സ്വാഭാവ്യ ദളികളഭ ശ്രീഫിരളകൈ പരീതം തേ വക്ത്രം പരിഹസതി പങ്കേരുഹരുചിം ദരസ്മേരേ യസ്മിൻ ദശന രുചി കിഞ്ചിൽക്കരുചിരേ സുഗന്ധവും ആദ്യന്തി സ്മരദഹന ചക്ഷുർമധു ലിഹ. അരാളൈ സ്വാഭാവ്യാത് അളികളഭസ ശ്രീഭി അളകൈ പരീതം തേ വക്ത്രം പരിഹസതി പങ്കേരുഹരുചിം ദരസ്മേരേ യസ്മിൻ ദശന രുചി കിഞ്ചൽക്കരുചിരേ സുഗന്ധവും ആദ്യന്തി സ്മരദഹന ചക്ഷു മധുലിഹ. അല്ലയോ മഹാദേവി, സ്വാഭാവികമായി തന്നെ അല്ലെങ്കിൽ സ്വഭാവേന കുടിലങ്ങളായും അളിപോതങ്ങൾക്ക് തുല്യമായ കാന്തിയോടു കൂടിയവയായും ഇരിക്കുന്ന കുറുനിരകളാൽ ചുറ്റപ്പെട്ട നിന്തിരുവടിയുടെ മുഖം താമരപ്പൂവിൻ്റെ കാന്തിയെ പരിഹസിക്കുന്നു. എന്ന് വെച്ചാൽ എന്താ? അല്ലയോ മഹാദേവി, സ്വാഭാവികമായിട്ടും ദേവിയുടെ ഇപ്പോൾ ഇവിടെ ഇനി പറയാൻ പോകുന്നത് ദേവിയുടെ കുറുനിരകളെക്കുറിച്ചാണ്. ദേവിയുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം കിരീടം പറഞ്ഞു, രണ്ടാമത് മുടിയെക്കുറിച്ച് പറഞ്ഞു, അടുത്തത് സീമന്തരേഖയെക്കുറിച്ചും അതിലെ സിന്ദൂരത്തെക്കുറിച്ചും പറഞ്ഞു. ഇപ്പോൾ പറയുന്നത് ദേവിയുടെ മുഖത്ത് കിടക്കുന്ന കുറുനിരകളെക്കുറിച്ചാണ്. അപ്പം അല്ലയോ മഹാദേവി, സ്വഭാവേന എന്ന് വെച്ചാൽ സ്വാഭാവികമായും കുടിലങ്ങളായും അളിബോധങ്ങൾക്ക് തുല്യമായ കാന്തിയോട് കൂടിയവയുമായും ഇരിക്കുന്ന കുറുനിരകളാൽ ചുറ്റപ്പെട്ട നിന്തിരുവടിയുടെ മുഖം താമരപ്പൂവിൻ്റെ കാന്തിയെ പരിഹസിക്കുന്നു എന്ന് പറഞ്ഞാൽ ദേവിയുടെ എന്താ പറയുന്നത്, കുറുനിരകൾ സ്വാഭാവികമായിട്ടത് വളഞ്ഞതാണ്. അതുപോലെ തന്നെ അളിബോധങ്ങൾക്ക് തുല്യമായ, അളിബോധങ്ങൾ എന്ന് വെച്ചാൽ വണ്ടിൻ്റെ കുഞ്ഞുങ്ങൾക്ക് തുല്യമായ ശോഭയോടു കൂടിയവയിരിക്കുന്ന ആ കുറുനിരകളാൽ ചുറ്റപ്പെട്ട ദേവിയുടെ മുഖം താമരപ്പൂവിൻ്റെ സൗന്ദര്യത്തെ വെല്ലുന്നതാണ്. എന്ന് പറഞ്ഞാൽ വിടർന്ന താമരപ്പൂവിനേക്കാൾ ഭംഗിയാണ് ദേവിയുടെ മുഖം എന്നാണ് അർത്ഥം. എന്തുകൊണ്ടെന്നാൽ എന്തുകൊണ്ടാണ് ഈ താമരപ്പൂവിൻ്റെ കാന്തിയെ പരിഹസിക്കുന്നത് അല്ലെങ്കിൽ അതിനെ വെല്ലുന്നത് എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ, അല്പം വിടർന്നതുപോലെ പുഞ്ചിരിയോടുകൂടിയും ദന്തങ്ങളുടെ കാന്തിയാകുന്ന കേസരങ്ങളാൽ മനോഹരമായും സുഗന്ധത്തോടും കൂടിയിരിക്കുന്ന ആ മുഖാരവിന്ദത്തിൽ കാമാന്തകൻ്റെ നേത്രങ്ങളാകുന്ന വണ്ടുകൾ മതിച്ച് പരമാനന്ദത്തെ പ്രാപിക്കുന്നു. അപ്പോൾ ദേവിയുടെ ആ മുഖം ഇങ്ങനെ കണ്ട് മനോഹരവും സുഗന്ധത്തോടും കൂടിയിരിക്കുന്ന മുഖാരവിന്ദം കാമാന്തകൻ എന്ന് വെച്ചാൽ പരമശിവൻ്റെ നേത്രങ്ങളാകുന്ന വണ്ടുകൾ മതിച്ച് പരമാനന്ദത്തെ പ്രാപിക്കുന്നു. അപ്പോൾ ദേവീമുഖത്തെ താമരപ്പൂവിനോടും കുറുനിരകളെ അളിബോധങ്ങളോടും, അളിബോധങ്ങൾ എന്ന് വെച്ചാൽ വണ്ടിൻ കുഞ്ഞുങ്ങൾ, പുഞ്ചിരിയെ ഈശ്വദ്വികാസത്തോടും, ദന്തകാന്തിയെ കേസരങ്ങളോടും, മുഖസുഗന്ധത്തെ പുഷ്പസുഗന്ധത്തോടും, പരമശിവനേത്രങ്ങളെ വണ്ടുകളോടും ഉപമിച്ചിരിക്കുന്നു. അപ്പം പരമശിവൻ്റെ കണ്ണുകൾ ആ നേത്രം ദേവീമുഖത്തിൽ പതിച്ച് കാമവികാരത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ശ്രീദേവിയുടെ ലാവണ്യാതിശയം അപാരം എന്ന് സാരം. എന്ന് വെച്ചാൽ എന്താ? ദേവിയുടെ ആ സൗന്ദര്യം കണ്ട് കാമാന്തകൻ എന്ന് പറഞ്ഞാൽ ശിവൻ, പരമശിവൻ്റെ നേത്രങ്ങളാകുന്ന വണ്ടുകൾ ആ ദേവിയിൽ ഇങ്ങനെ മതിച്ച് പരമാനന്ദത്തെ പ്രാപിക്കുന്നു. ഇവിടെ ദേവീമുഖത്തെ എന്തിനോടാണ് ഉപയോഗിച്ചിരിക്കുന്നത്? താമരപ്പൂവിനോട്.
കുറുനിരകളെ അളിബോധങ്ങളോടും, കുറുനിരകൾ എന്ന് വെച്ചാൽ ഇങ്ങനെ വളഞ്ഞു കിടക്കുന്ന കുറുനിരകൾ, കുഞ്ഞു കുഞ്ഞു തലമുടികൾ, അതിനെ അളിബോധങ്ങളോടും, പുഞ്ചിരിയെ ഈശ്വത് വികാസത്തോടും, ദന്തകാന്തിയെ താമരപ്പൂവിലെ കേസരങ്ങളാണ് ദന്തങ്ങൾ ദേവിയുടെ, മുഖസുഗന്ധത്തെ പുഷ്പസുഗന്ധത്തോടും, പരമശിവ നേത്രങ്ങളെ വണ്ടുകളോടും ഉപമിച്ചിരിക്കുന്നു. ഇവിടെ പരമശിവൻ്റെ കണ്ണുകളാകുന്ന വണ്ടുകൾ ദേവിയുടെ മുഖത്തിങ്ങനെ നോക്കിക്കൊണ്ട്, കണ്ണു ചിമ്മാതെ നോക്കി എന്താണ് ഇങ്ങനെ മതിച്ചിരിക്കുകയാണ്. പരമശിവൻ്റെ യാതൊരു നേത്രം കാമനെ ഭസ്മീകരിച്ചുവോ, അതായത് പരമശിവൻ്റെ ഏതൊരു നേത്രമാണോ കാമദേവനെ ഭസ്മീകരിച്ചത്, ആ നേത്രം തന്നെ ദേവീമുഖത്തിൽ പതിച്ച് കാമവികാരത്തെ പ്രാപിക്കുന്നു എന്ന് വെച്ചാൽ ശ്രീദേവിയുടെ ആ മഹാദേവിയുടെ ലാവണ്യം ഇങ്ങനെ ഭഗവാൻ നോക്കിക്കൊണ്ടേയിരുന്നു. അത്രയ്ക്കും അതിശയമാണ് ദേവിയുടെ ലാവണ്യത്തിന്. ഇപ്പം ഇവിടെ പറഞ്ഞ ജ്ഞാനസ്വരൂപനായ ഭഗവാന്റെ അനുഗ്രഹം, ഇവിടെ ദേവിയെ പൂജിക്കുമ്പോൾ, ദേവിയുടെ മുഖത്ത് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദേവിയുടെയും ഭഗവാന്റെയും അനുഗ്രഹം ഒന്നിച്ച് ലഭിക്കുന്നു. ഇപ്പം ശിവശക്തിയാണല്ലോ, ശിവശക്തി മേളനമാണ്. ആ ശിവശക്തി മേളനം നമുക്ക് അപ്പോൾ പരമശിവനെയും ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പരമശിവൻ്റെയും അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു. അരാളൈ സ്വഭാവ്യാർ അളികളഭസ സ്ത്രീഭി അളകൈ പരീതം തേ വക്രം പരിഹസതി പങ്കേരുഹരുചിം ദരസ്മേരേ യസ്മിൻ ദശനരുചി കിഞ്ചൽ കരുചിരേ സുഗന്ധവും ആദ്യന്തി സ്മരദഹന ചക്ഷുമധുലിഹ. എല്ലാവർക്കും മഹാദേവിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.